ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ ബെൻഡിറ്റ് പ്രയർ ഇന്ന് 116 ദിനം. പ്രഭാതത്തിൽ മക്കളെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്തിലേക്ക് മാതാപിതാക്കളായ നമ്മുടെ അനുഗ്രഹത്തോടെ നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു ശുശ്രൂഷയിൽ അനേകം മാതാപിതാക്കൾ മക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, കൃപകൾ നേടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ മക്കളുടെ പേരുകൾ സമർപ്പിക്കുമ്പോൾ, അവരുടെ എല്ലാ കുറവുകളെയും സമർപ്പിക്കുമ്പോൾ ഈശോ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. നമ്മൾ നടത്തുന്ന ഈ പ്രാർത്ഥന ഓരോ വചനത്തിലൂടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വലിയ കൃപകൾ നൽകുന്നുണ്ട് എന്ന് ഉത്തമ വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ജെറമ്യ പ്രവാചന പുസ്തകം 31 അധ്യായം 3 വചനം: എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. കർത്താവ് എല്ലാ കാര്യങ്ങളും വിശ്വസ്തനാണ്. നമ്മുടെ മക്കളെ നോക്കി കർത്താവ് കാണുന്നുണ്ട്, അവരുടെ എല്ലാ പ്രവൃത്തികളും കാണുന്നുണ്ട്. ആ പ്രവൃത്തികളിൽ കർത്താവ് വലിയ കൃപ ചൊരിയുന്നുണ്ട്. അനുഗ്രഹദായകനായ കർത്താവിൻ്റെ ആ വലിയ വിശ്വസ്തതയെ ഓർത്ത്, ആ സ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ആ സ്നേഹത്തിലേക്ക് നമ്മുടെ മക്കളെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ ദൈവസ്നേഹത്തിൽ ഒരിക്കലും അകലാതെ ദൈവസ്നേഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ വലിയ വിജയം കരസ്ഥമാക്കുവാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കും. പ്രിയപ്പെട്ട മാതാപിതാക്കളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പല പ്രതിസന്ധികളിലും കഴിഞ്ഞകാല ജീവിതത്തിലെ വലിയ ബുദ്ധിമുട്ടുകളിലും ദൈവസ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവാനുഗ്രഹം നേടിക്കൊണ്ട് പ്രാർത്ഥനയോടുകൂടിയാണ് പല ബുദ്ധിമുട്ടുകളെയും നേരിട്ട് ഈ വിജയത്തിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു അനുഭവത്തിലേക്കോ വന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മുടെ മക്കളുടെ ജീവിതത്തെ കാർന്നു തിന്നാതിരിക്കട്ടെ. ഒരിക്കലും ദൈവസ്നേഹത്തിൽ മക്കൾ അകലാതിരിക്കട്ടെ. ദൈവസ്നേഹത്തോട് മുറുകെ നിൽക്കുമ്പോൾ, ദൈവസ്നേഹത്തെ മുറുകെ പിടിക്കുമ്പോൾ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. നല്ല ശുഭമായ ഭാവി ഉണ്ടാകും. നല്ല അനുഗ്രഹത്തിൻ്റെ തീരത്തിലേക്ക് മക്കളെത്തും. ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ജെറമ്യ 31:3 എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ അവിടുത്തെ അചഞ്ചലമായ സ്നേഹം അനുഭവിക്കുവാൻ ഇടയാക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനന്തമായ സ്നേഹത്തിന് ഞങ്ങളുടെ മക്കൾ പ്രത്യാശ വയ്ക്കട്ടെ. ഒരിക്കലും അവിടുത്തെ സ്നേഹത്തിൽ നടന്ന പാപത്തിൽ വീണു പോകാതെ ഈശോയെ, അവിടുത്തെ വലിയ കൃപയിൽ ഞങ്ങളുടെ മക്കളെ ചേർത്ത് നിർത്തണമേ. അങ്ങനെ എപ്പോഴും സന്തോഷത്തോടും സമാധാനത്തോടും ദൈവകൃപയോടും കൂടി ഞങ്ങളുടെ മക്കൾ ജീവിക്കട്ടെ. അത് കണ്ട് ആനന്ദിക്കുവാൻ മാതാപിതാക്കളായി ഞങ്ങൾക്കും ഇടയാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.